പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ പരാമർശത്തെ തുടർന്ന് രൂപപ്പെട്ട നയതന്ത്ര പ്രശ്നം അത് അയവില്ലാതെ കൂടുതൽ രൂക്ഷമായി തുടരുകയാണ്. മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഹബീബിനെ വിളിച്ചുവരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മന്നു മഹാവാർ മാലദ്വീപ് വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിവാദ പരാമർശത്തിൽ മന്ത്രിമാരായ മറിയം ഷിവൂന, മൽഷൻ, ഹസൻ സിഹാൻ എന്നിവരെ സസ്പെൻഡ് ചെയ്ത് പ്രശ്നം അവസാനിപ്പിക്കാനുള്ള മാലദ്വീപ് സർക്കാരിന്റെ നടപടി ഫലം കണ്ടില്ല. ഇന്ത്യയിലെ മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷബീബിനെ വിളിച്ചുവരുത്തി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇതിന് പിന്നാലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുനു മഹാവർ മാലദ്വീപ് അംബാസിഡർ ഡോക്ടർ അലി നസീർ അഹമ്മദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തിയതല്ലെന്നും ഉഭയകക്ഷി ബന്ധം ചർച്ച ചെയ്യാൻ മുൻ നിശ്ചയിച്ച കൂടിക്കാഴ്ചയാണെന്നും ഹൈക്കമ്മീഷൻ വിശദീകരിച്ചു. മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിമാനങ്ങൾ സർവീസുകൾ റദ്ദാക്കണമെന്നും ടൂർ ഓപ്പറേറ്റർമാർ യാത്രാ പാക്കേജുകൾ റദ്ദാക്കണമെന്നും ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആഹ്വാനം ചെയ്തു. മാലദ്വീപിലേക്കുള്ള ബുക്കിംഗുകൾ റദ്ദാക്കിയതായി ഇന്ത്യൻ ട്രാവൽ ഏജൻസികൾ പ്രഖ്യാപിച്ചു. വിവാദങ്ങൾക്കിടെ 5 ദിവസത്തെ സന്ദർശനത്തിനായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി മൊയ്സു കൂടിക്കാഴ്ച നടത്തും. 24 ഡൽഹി.